സ്റ്റൗട്ട് ഓഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷങ്ങൾ കാണാൻ വേണ്ടി മധുരയിലെ വിശ്രാംഘട്ടിലേക്കാണ്. അവിടെ ഹോളി ഗേറ്റ്, വിശ്രാംഘട്ട്, ദ്വാരകാധീശ മന്ദിർ അവിടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിറയെ അലങ്കരിച്ചിട്ടുണ്ട്. കുറേ കടകളും ഭയങ്കര തിരക്കൊക്കെയാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹോളി ഗേറ്റിലേക്കാണ്. ഹോളി ഗേറ്റാണ് മധുരയിലെ പഴയ നഗരത്തിൻ്റെ പ്രവേശന കവാടമാണ് ഹോളി ഗേറ്റ്. ഇതിന് തിലകദ്വാരം എന്നും പേരുണ്ട്. ഇതിനടുത്ത് തന്നെയാണ് ദ്വാരകാധീശ മന്ദിറും വിശ്രാംഘട്ട്. ഇതാണ് ഹോളി ഗേറ്റ്. ഇത് ദ്വാരകാധീശ മന്ദിറാണ്. ഇവിടുത്തെ പ്രധാന വിഗ്രഹം കറുത്ത ശിലയിൽ കൊത്തിയ ശ്രീകൃഷ്ണൻ്റെ ദ്വാരകാധീശ രൂപമാണ്. ഇത് സ്വർണ്ണാഭരണങ്ങളും മനോഹരമായ വസ്ത്രങ്ങളും കൊണ്ടാണ് അലങ്കരിച്ചത്. മധുരയിലെ ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രധാന ക്ഷേത്രം കൂടിയാണ് ഈ ദ്വാരകാധീശ മന്ദിരം. ഇവിടെ കൃഷ്ണനെ ദ്വാരകയുടെ രാജാവ് എന്ന രൂപത്തിലാണ് ആരാധിച്ചു പോകുന്നത്. അവിടുന്ന് നമ്മൾ നേരെ പോയത് വിശ്രാംഘട്ടിലേക്കാണ്. ഇവിടെ ദിവസവും വൈകിട്ട് സന്ധ്യാസമയത്ത് ആരതി ഉണ്ടാവും. ശ്രീകൃഷ്ണൻ അമ്മാവനായ കംസനെ വധിച്ച ശേഷം ഈ വിശ്രാംഘട്ടിൽ വന്നിട്ടാണ് വിശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇതിന് വിശ്രാംഘട്ട് എന്ന് പേര് വന്നത്. ഇത് യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ സന്ദർശകർക്ക് വരാൻ പറ്റും. വൈകിട്ടാണ് ഇവിടെ ആരതി ഉണ്ടാവുന്നത്. ആ സമയത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും. ജന്മാഷ്ടമി സമയത്തും ഹോളിയുടെ സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കാണ് ഉണ്ടാവുക. ഇവിടെ ആയിരക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്ന സ്ഥലം കൂടിയാണ്. ഇവിടെയൊക്കെ മനോഹരമായിട്ട് നല്ല രീതിയിൽ തന്നെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു ഇവിടെ. ഈ ജന്മാഷ്ടമിയുടെ അന്ന് ഇവിടെ അതിലും നല്ല തിരക്കായിരിക്കും. കൂടുതൽ ഭക്തരൊക്കെ എത്തിച്ചേരും ആ സമയത്ത്. ഇതിനടുത്തായിട്ട് ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും കുറേ ക്ഷേത്രങ്ങളുണ്ട്. ഈ ശ്രീകൃഷ്ണൻ ജനിച്ച് വളർന്ന സ്ഥലമായതുകൊണ്ടൊക്കെ തന്നെ എപ്പോഴും ഇവിടെ ഒരു തിരക്കുള്ള സ്ഥലമാണ്. ഈ ഭക്തജനങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ സന്ദർശനത്തിനെത്തുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഇവിടെ പകൽ സമയത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പകൽ സമയത്ത് വന്നാൽ നമുക്ക് ബോട്ടിങ്ങിന് പോവാം. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കംസകില ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അതിനടുത്ത് കുറേ കടകളൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം ഇതിനുള്ളിൽ കുറേ കടകളും ഒരു മാർക്കറ്റ് ഏരിയ പോലെയാണ്. കുറേ കടകളും കൂടുതലും ശ്രീകൃഷ്ണൻ്റെ സാധനങ്ങളും അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ അങ്ങനത്തെ ഒക്കെ കുറേ കടകളുണ്ട്. പിന്നെ ഞങ്ങൾ അതിനടുത്ത് തന്നെ വേറൊരു ക്ഷേത്രമുണ്ട്. അവിടെ പോയി എല്ലായിടെയും നല്ല മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലൊന്നും കാണുന്ന പോലെയല്ല ഇവിടുത്തെ വിഗ്രഹങ്ങൾ. ഇവിടുത്തെ വിഗ്രഹങ്ങൾ നല്ല രീതിയിൽ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും. കുറേ ആഭരണങ്ങളും വർണ്ണ കളറിലുള്ള വസ്ത്രങ്ങളും ഒക്കെ ധരിച്ചിട്ടാണ് ഇവിടുത്തെ വിഗ്രഹങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. അവിടെ തൊഴുത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
ഇതൊക്കെ വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ലഡു ഗോപാലിന് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഹോളി ഗേറ്റിനടുത്ത് കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം കണ്ടു. അതിനുശേഷം തിരിച്ചു വരുന്ന വഴി അതിനടുത്ത് വേറൊരു ക്ഷേത്രം കണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഒന്ന് കയറി തൊഴുതു. ഇത് രംഗോലിയാണ് കേട്ടോ. പിന്നീട് ഞങ്ങൾ ഘോഷയാത്രകൾ കണ്ട്. ഹോളി ഗേറ്റിൽ നിന്നാണ് ഈ ഘോഷയാത്രയൊക്കെ ആരംഭിക്കുന്നത്. ഈ ഘോഷയാത്ര അതിനുശേഷം ദ്വാരകാധീശ മന്ദിറിൻ്റെ അവിടെ ചെന്ന് അവസാനിക്കും. വളരെ മനോഹരമായ രീതിയിൽ തന്നെ കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. കുതിരകളും ഒക്കെ ഉണ്ട്. പിന്നെ ഭക്തർക്ക് വേണ്ടി ഇവിടെ ഭക്ഷണങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ ജന്മാഷ്ടമി ദിവസത്തെ വീഡിയോസുമായിട്ട് നാളെ വരാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.